എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് സ്കീം തൊഴിലില്ലായ്മ വേതനത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ 1982 ഈ ഒരു സ്കീം ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് കേരള നടപ്പിലാക്കുന്നത്. 98 വരെ എംപ്ലോയ്മെൻറ്റ് സർവീസ് വഴിയായിരുന്നു ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 1998 ശേഷം ഇപ്പോൾ ലോക്കൽ ബോഡീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഇത് ലഭിക്കാനായിട്ട് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതും പഞ്ചായത്തിലോ, നമ്മൾ താമസിക്കുന്നത് പഞ്ചായത്തിൻ്റെ ആ ഒരു ലൊക്കാലിറ്റിയിലാണെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ഒക്കെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് നമ്മൾ ഇതിന് അർഹനാണെങ്കിൽ തൊട്ടടുത്ത മാസം തന്നെ നമ്മൾ തൊഴിലില്ലായ്മ വേതനം ലഭിക്കാനുള്ള അർഹത നേടുന്നതാണ്. അപ്പോൾ ജനറൽ വിഭാഗത്തിന് SLC പാസ്സാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ SLC പരീക്ഷ അപ്പിയർ ചെയ്ത SC/ST വിഭാഗത്തിൽ പെടുന്നവർക്കും അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. 35 വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രായപരിധി പറയുന്നത്. 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം 3 വർഷം സീനിയോറിറ്റി ഉണ്ടാകുന്ന ആ ഒരു ടൈം മുതൽ നമുക്ക് എംപ്ലോയ്മെൻറ്റിൽ ഈ ഒരു അലവൻസ് സ്കീമിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അർഹതയുണ്ട്. 18 വയസ്സും 3 വർഷം സീനിയോറിറ്റിയും ആവശ്യമാണ്. അപ്പോൾ വാർഷിക വരുമാനമായിട്ട് പറയുന്നത് 12,000 രൂപയാണ് വാർഷിക വരുമാനം പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക്, അപ്ലൈ ചെയ്യുന്ന വ്യക്തി വിദ്യാർത്ഥിയാകാൻ പാടില്ല. അതുപോലെ തന്നെ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ പ്രതിമാസ വരുമാനം 100 രൂപയിൽ കൂടാനും പാടില്ല. പ്രതിമാസം 120 രൂപയാണ് എംപ്ലോയ്മെൻറ്റ് അലവൻസ് സ്കീം വഴി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ തൊഴിലൊന്നും ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ വാർഷിക വരുമാനം 12,000 രൂപയിൽ താഴെയുമാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.